അയോധ്യ രാമക്ഷേത്ര പ്രതിഷ്ഠാ ചടങ്ങ് കഴിഞ്ഞതോടെ അതിനെ ചുറ്റിപ്പറ്റിയുള്ള വാർത്തകളാണ് ചുറ്റിൽ നിന്നും ഉയരുന്നത്. ഇത്തരം വാർത്തകൾ രാഷ്ട്രീയത്തിൽ കലർത്തി 4 വോട്ട് പിടിക്കാനാണ് ബിജെപിയുടെ ശ്രമം. ഇപ്പോൾ ബംഗളൂരുവിലെ ഒരു സ്കൂളിൽ നിന്നാണ് രസകരമായ ഒരു വാർത്ത വന്നിരിക്കുന്നത്. മഹാഭാരതം, രാമായണം എന്നിവയെ അപകീർത്തിപ്പെടുത്തി എന്നാരോപിച്ച് അധ്യാപികയെ സ്കൂളിൽ നിന്ന് പുറത്താക്കി എന്നാണ് ആ വാർത്ത. കർണാടക മംഗളൂരുവിലെ തീരദേശ നഗരത്തിലെ സെന്റ് ജെറോസ ഇംഗ്ലീഷ് HR പ്രൈമറി സ്കൂളിലെ അധ്യാപികയെയാണ് പുറത്താക്കിയത്. വലതുപക്ഷ സംഘടനകളുടെ പ്രതിഷേധത്തെ തുടർന്നാണ് അധ്യാപികയ്ക്കെതിരായ ഈ നടപടി. അധ്യാപിക മഹാഭാരതവും രാമായണവും സാങ്കല്പികമാണെന്ന് വിദ്യാർത്ഥികളെ പഠിപ്പിച്ചുവെന്ന് BJP MLA വേദ്യാസ് കാമത്തും അനുയായികളും ആരോപിക്കുകയായിരുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെയും അധ്യാപിക മോശം ഭാഷയിൽ സംസാരിച്ചതായി ഇവർ പറയുന്നുണ്ട്. 2002 ഗോദ്ര കലാപവും ബിൽക്കിസ് ബാനു കൂട്ടബലാത്സംഗ കേസും അധ്യാപിക മോദിക്കെതിരെ പരാമർശിച്ചതായി സംഘം ആരോപിക്കുന്നുണ്ട്. കുട്ടികളുടെ മനസ്സിൽ വെറുപ്പിന്റെ വികാരങ്ങൾ ഉണ്ടാക്കാനാണ് അധ്യാപിക ശ്രമിച്ചത് എന്നും സംഘത്തിന്റെ പരാതിയിൽ പറയുന്നു. അധ്യാപികയെ സസ്പെൻഡ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് ഇവർ പ്രതിഷേധ പ്രകടനം നടത്തിയിരുന്നു. BJP MLAയുടെ പിന്തുണയോടെയായിരുന്നു പ്രതിഷേധം. അത്തരത്തിലുള്ള ടീച്ചറെ നിങ്ങൾ പിന്തുണയ്ക്കുകയാണോ? എന്തിനാണ് നിങ്ങൾ ആ അധ്യാപികയെ നിലനിർത്തുന്നത്? നിങ്ങൾ ആരാധിക്കുന്ന യേശു സമാധാനം ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ സിസ്റ്റർമാർ ഞങ്ങളുടെ ഹിന്ദു കുട്ടികളോട് ഭിന്തികൾ ധരിക്കരുതെന്ന് ആവശ്യപ്പെടുന്നു. പൂക്കളോ പാലോ രാമന് നേദിക്കുന്നത് പാഴ്വേലയാണ് എന്ന് അവർ പറഞ്ഞു. ആരെങ്കിലും നിങ്ങളുടെ വിശ്വാസത്തെ അവഹേളിച്ചാൽ നിങ്ങൾ മിണ്ടാതിരിക്കുമോ എന്ന് BJP MLA ചോദിക്കുന്നുണ്ട്. ശ്രീരാമൻ ഒരു പുരാണ ജീവിയാണെന്ന് 7ാം ക്ലാസ് വിദ്യാർത്ഥികളെ അധ്യാപിക പഠിപ്പിച്ചുവെന്നാണ് മാതാപിതാക്കൾ പറഞ്ഞുവെന്നും ഇവർ ആരോപിക്കുന്നുണ്ട്. അതേസമയം സംഘത്തിന്റെ പരാതി അന്വേഷിക്കുമെന്ന് പൊതുവിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടർ അറിയിച്ചിട്ടുണ്ട്. സെന്റ് ജെറോസ സ്കൂളിന് 60 വർഷത്തെ ചരിത്രമുണ്ട് എന്നും ഇന്നുവരെ ഇത്തരമൊരു സംഭവം ഉണ്ടായിട്ടില്ല എന്നുമാണ് സ്കൂൾ പുറത്തിറക്കിയ പ്രസ്താവനയിൽ പറയുന്നത്. ഈ നിർഭാഗ്യകരമായ സംഭവം ഞങ്ങളിൽ താൽക്കാലിക അവിശ്വാസം സൃഷ്ടിച്ചുവെന്നും എല്ലാവരുടെയും സഹകരണത്തോടെ ഈ വിശ്വാസം പുനർനിർമ്മിക്കാൻ ശ്രമിക്കുമെന്നും വിദ്യാർത്ഥികളുടെ നല്ല ഭാവിക്കായി എല്ലാവരും ഒരുമിച്ച് പ്രവർത്തിക്കുന്നുവെന്നും സ്കൂൾ ഉറപ്പു നൽകിയിരിക്കുകയാണ്. ഏതായാലും കർണാടകയിൽ കിട്ടിയ അവസരം മുതലാക്കുന്നുണ്ട് BJP. ലോക്സഭാ തെരഞ്ഞെടുപ്പ് തന്നെയാണ് ലക്ഷ്യം. ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾ പിടിക്കാനുള്ള എല്ലാ പദ്ധതികളും BJP ആവിഷ്കരിക്കുന്നുണ്ട്. അതിനിടയിലാണ് കർണാടകയിൽ പുതിയ പിടിവള്ളി BJPക്ക് കിട്ടിയിരിക്കുന്നത്. പക്ഷേ കർണാടക ഇന്ന് BJP പണ്ട് ഭരിച്ച കർണാടകയല്ല. സിദ്ധരാമയ്യയും DK ശിവകുമാറും ജനങ്ങൾക്കു വേണ്ടി നൽകിയ വാഗ്ദാനങ്ങളെല്ലാം പാലിച്ച് പുതിയൊരു കർണാടകയാക്കി മാറ്റിയെടുക്കുകയാണ്. ജനങ്ങൾ ഇവിടെ കോൺഗ്രസിനെ സ്നേഹിക്കുന്നു. BJP ഒരു വർഗീയ കലാപവും അഴിച്ചുവിടാൻ നോക്കണ്ട. അതിവിടെ വാഴില്ല. ഇനി കർണാടക സ്വന്തമാക്കാനും കഴിയില്ല.